ഹായ് ഫ്രണ്ട്സ്, ടെക്ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നെത്തിയിരിക്കുന്ന പുതിയൊരു സ്മാർട്ട് ഡിവൈസുമായിട്ടാണ്. അതെ, ലെനോവോ സ്മാർട്ട് ഡിസ്പ്ലേ 7 എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിന്റെ റിവ്യൂവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റന്റ് ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, മറ്റേ ഗൂഗിൾ നെസ്റ്റ് മിനിയുടെ കാര്യം പറഞ്ഞു അതിനകത്ത് ഗൂഗിൾ അസിസ്റ്റന്റ് ഇൻബിൽറ്റ് ആയിട്ടുള്ളത്. അതിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഈ ഡിവൈസിനും ഉള്ളത്. പക്ഷെ ഇതിനകത്ത് ഒരു 7 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രോം കാസ്റ്റ് ബിൽറ്റ് ഇൻ ആയിട്ടാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് വീഡിയോസ് അതുപോലെ തന്നെ മറ്റ് കാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഇതിനകത്തോട്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അങ്ങനെ ഗൂഗിൾ ഫോട്ടോസ് തുടങ്ങിയ അങ്ങനത്തെ മറ്റ് അനവധി ഫീച്ചേഴ്സൊക്കെ ഈ ഡിസ്പ്ലേയിലുണ്ട്. അപ്പോൾ ഇതിന് MRP വരുന്നത് 14,999 രൂപയും, പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഇത് 8,999 രൂപക്കാണ് കിട്ടുന്നത്. പക്ഷേ ഇതിലും വില കുറച്ചാണ് എനിക്ക് ഈ ഡിവൈസ് കിട്ടിയിരിക്കുന്നത്. ഒരു ഓഫർ മുഖേന എനിക്ക് ഇതിലും വളരെ വില കുറച്ചാണ് ഈ ഡിവൈസ് എനിക്ക് കിട്ടിയത്. അടുത്തതായിട്ട് ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഡിവൈസ് വരുന്നത്. ഒരു 7 ഇഞ്ച് ഡിസ്പ്ലേയും അതുപോലെ തന്നെ 2 സ്പീക്കറും ഒക്കെ ആയിട്ടാണ് ഈ ഡിവൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ വോളിയം ബട്ടണും മൈക്രോഫോൺ ഓണാക്കുന്ന ഒരു ബട്ടണും അതുപോലെ തന്നെ ഷട്ടർ ക്ലോസ് ചെയ്തിടാനുള്ള ഒരു ബട്ടണും, അതായത് ക്യാമറയുടെ ഇവിടെ ഒരു ക്യാമറയുണ്ട്. അപ്പോൾ ആ ക്യാമറയുടെ ഷട്ടർ നമുക്ക് വേണ്ടാത്തപ്പോൾ ഓഫാക്കി ഇടാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ഒരു അടിപൊളി ഷേപ്പിലാണ് ഈ ഡിവൈസ് വരുന്നത്. ഒരു അത്യാവശ്യം വെയിറ്റും ഈ ഡിവൈസിന് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പവർ അഡാപ്റ്ററും കൂടി ഈ ബോക്സിനകത്ത് വരുന്നുണ്ട്. ഒരു 30 വാട്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു പവർ അഡാപ്റ്ററാണ് ഇത്. അതുപോലെ തന്നെ വീണ്ടും വരുന്നത് ഒരു വാറണ്ടി കടലാസും അതുപോലെ തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും. ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഡിവൈസിൽ പവർ കണക്ട് ചെയ്ത് നോക്കാം. ഈ ഡിവൈസ് നമ്മൾ പവർ കണക്ട് ചെയ്യുകയാണ്. ഒരല്പം സമയമെടുത്താണ് ഈ ഡിവൈസ് ഓണായി വരുന്നത്. ലെനോവോയുടെ ലോഗോയൊക്കെ ഇവിടെ കാണിക്കും. ഇപ്പം നമുക്ക് കാണാം ലെനോവോ എന്ന് എഴുതി കാണിച്ച് ഡിസ്പ്ലേ ഓണായി വരുന്നത്. ഞാൻ ഈ ഡിവൈസ് ഓൾറെഡി എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഞാനിവിടെ കാണിക്കുന്നില്ല. കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട് ഈ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. ഗൂഗിൾ ഹോം ആപ്പ് തന്നെയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ താഴത്തുനിന്ന് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ലൈറ്റ് സെൻസർ, അതുപോലെ തന്നെ വോളിയം കൺട്രോൾ, ഡു നോട്ട് ഡിസ്റ്റർബ്, അതുപോലെ അലാറം സെറ്റ് ചെയ്യേണ്ടതൊക്കെ ഇതിനകത്തുണ്ട്. കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളാണ് താഴത്തുനിന്ന് മുകളിലോട്ട് വലിക്കുമ്പോൾ. നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഹോമുമായിട്ട് കണക്ട് ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സ് ആണ്. അതായത് നമ്മൾ ഏതൊക്കെ ഡിവൈസ് കണക്റ്റഡ് ആണെന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മൾ ബാക്ക് പോകാൻ വേണ്ടി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. നമ്മൾ നെക്സ്റ്റ് ഫോട്ടോ കാണണമെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് കാണാം. ഇനി നമുക്ക് മറ്റു കുറച്ച് സെറ്റിങ്സ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കാണിക്കും. ഇത്രയാണ് ഇതിനകത്ത് സെറ്റിങ്സ് ഉള്ളത്. അടുത്തതായിട്ട് ഈ ഗൂഗിൾ ഹോം ആപ്പിൽ ഈ ഡിവൈസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഈ ഡിവൈസ് എങ്ങനെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെറ്റപ്പ് എ ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെറ്റപ്പ് ന്യൂ ഡിവൈസ് ഇൻ യുവർ ഹോം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന മറ്റ് ഡിവൈസുകൾ കാണും. അങ്ങനെയാണ് ഈ ലെനോവോയുടെ സ്മാർട്ട് ഡിസ്പ്ലേ ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഡിവൈസിൻ്റെ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പം ആ ഡിസ്പ്ലേ കാണുന്ന അതേ ഫോട്ടോ തന്നെ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഫോണിൻ്റെ. ഇത് നമുക്ക് മാറ്റാനൊക്കെ സാധിക്കും. ഇതിനകത്ത് ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സെറ്റിങ്സ് ഉണ്ട്. ഈ ഫോട്ടോ ഫ്രെയിം എന്ന് പറയുന്നൊരു സെറ്റിങ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ആർട്ട് ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിനകത്തുള്ള ഇമേജാണ് ഇപ്പം നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ക്ലോക്ക്, അതായത് ഇതിനകത്ത് പല
ക്ലോക്കുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഡിസ്പ്ലേയിൽ ഈ ക്ലോക്കാണ് കാണിക്കുക. ഇതുപോലെ മറ്റു കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റു പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഡിയോ കോളിംഗ് സെറ്റിങ്സ് ആണ്. ഞാൻ ഓൾറെഡി ഒരു നമ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ നമ്പറിൽ ഡിയോ കോൾ വന്നു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതിനകത്ത് ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ട് സംസാരിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഡിവൈസിൻ്റെ മുകളിൽ 2 മൈക്രോഫോണാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മൈക്രോഫോണാണ് ആ ഡിവൈസിൽ വരുന്നത്. ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് സെറ്റിങ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ കുറച്ച് വർക്കിംഗ് എക്സാമ്പിൾസും കൂടി ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് ഈ ഡിവൈസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതിനകത്ത് ബ്രൈറ്റ്നസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും ബ്രൈറ്റ്നസ് കുറയുന്നതായിട്ട്. അതുപോലെ തന്നെ കളറ് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓരോ കളറ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കളറ് ചേഞ്ച് ചെയ്യുന്നത്. ഇത്രയാണ് ലൈറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഈ ഡിവൈസിൻ്റെ കുറച്ച് വോയിസ് അസിസ്റ്റൻറ്റ് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഹേ ഗൂഗിൾ, പ്ലേ സം മ്യൂസിക്. Playing some music on Google Play Music. ഇതിൽ നോർമലായിട്ട് ഗൂഗിൾ പ്ലേ മ്യൂസിക്കിലാണ് പ്ലേ ആവുന്നത്. അത് ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഗൂഗിൾ പ്ലേ മ്യൂസിക് ആയതുകൊണ്ടാണ്. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം പ്ലേ ചെയ്യുന്നില്ല. ഹേ ഗൂഗിൾ, വാട്ട് ഈസ് ദ വെദർ ഇൻ കണ്ണൂർ? Currently in Kannur it's 28 degrees with fog. Today, there will be thunderstorms, with a forecasted high of 29 and a low of 24. അടുത്തതായിട്ട് ഈ ഡിവൈസിൽ ഡിയോ കോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഹേ ഗൂഗിൾ, കോൾ ജിഷ്ണു. Making a call to Jishnu on Duo. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ കോൾ പോകുന്നത്. അടുത്ത് നമുക്ക് വീഡിയോ എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. ഹേ ഗൂഗിൾ, പ്ലേ സം വീഡിയോസ് ഇൻ യൂട്യൂബ്. ഇതും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടതുകൊണ്ട് ഞാൻ അതും കാണിക്കുന്നില്ല. YouTube videos. ഇതുപോലെ നമുക്ക് വോയിസ് ഉപയോഗിച്ച് നമുക്ക് ഓരോന്നും എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഈ ഡിവൈസിനെ പറ്റി എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡിവൈസിനെ പറ്റി ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പം ദിസ് ഈസ് ജിഷ്ണു ഫ്രം ടെക് ജെ.